ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ 6th സെമ്മിൻ്റെ കോർ പേപ്പറിൻ്റെ അവസാന മൊഡ്യൂൾ 5ാമത്തെ മൊഡ്യൂളാണ് ഇനി നമ്മൾ പറയുന്നത്. UNO ആൻഡ് കണ്ടംപററി ഇഷ്യൂസ് എന്നതാണ് മൊഡ്യൂളിൻ്റെ പേര്. അതിൽ പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് UNOയുടെ അതിൻ്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ്. മറ്റൊന്ന് റീസ്ട്രക്ചറിങ് ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റീസ്ട്രക്ചറിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ 2 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ് UNO എന്ന് വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ചില ആമുഖങ്ങളും അതുണ്ടാക്കിയ നാൾവഴികളും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാം. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ UNO 1899 ഹേഗിൽ നടന്ന അന്താരാഷ്ട്ര സമാധാന സമ്മേളനം ആഗോള പ്രതിസന്ധികൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനും യുദ്ധങ്ങൾ തടയുന്നതിനുമുള്ള ആദ്യകാല ശ്രമത്തെ അടയാളപ്പെടുത്തി. ഇതിൻ്റെ ഫലമായിട്ട് 1902 അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് പെർമനൻ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു. പക്ഷേ 1ാം ലോകമഹായുദ്ധം ഈ സമാധാന സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ സമാധാനം സ്ഥാപിക്കുന്നതിന് ആദ്യത്തെ ഒരു അന്താരാഷ്ട്ര തുടക്കം എന്ന് പറയുന്നത് 1902 രൂപീകരിച്ച ഈ പെർമനൻ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ആയിരുന്നു. പക്ഷെ അത് 1ാം ലോക മഹായുദ്ധം തടയാൻ കഴിയാതിരിക്കുകയും അതങ്ങനെ സ്വാഭാവികമായിട്ടും പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആഗോള സമാധാനം നിലനിർത്തുന്നതിനും യുദ്ധങ്ങൾ തടയുന്നതിനുമായിട്ട് 1919 ലീഗ് ഓഫ് നേഷൻസ് സ്ഥാപിച്ചു. അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കാനും ഭാവിയിലെ സംഘർഷങ്ങൾ തടയാനും ലക്ഷ്യമിട്ടുവെങ്കിലും ഈ ലീഗ് ഓഫ് നേഷൻ ലക്ഷ്യമിട്ടുവെങ്കിലും ഒടുവിൽ 2ാം ലോക മഹായുദ്ധത്തിന് തടയാൻ സാധിക്കാതെ ലീഗ് ഓഫ് നേഷൻസും പരാജയപ്പെട്ടു. ലീഗ് ഓഫ് നേഷൻസ് 2ാം ലോക മഹായുദ്ധത്തെ തടയാൻ സാധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ലീഗ് ഓഫ് നേഷനും പരാജയപ്പെടുകയുണ്ടായി. 2ാം ലോക മഹായുദ്ധം മാനവരാശിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. വലിയ തോതിൽ മനുഷ്യരാശിയെ വലിയ തോതിൽ അത് ബാധിച്ചു. അപ്പോൾ ഇനി ലോകത്ത് ഇത്തരം യുദ്ധമുണ്ടാവാതിരിക്കാനും രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്താനും ഒരു ശക്തമായ ആഗോള സംഘടന ആവശ്യമാണ് എന്ന് അന്നത്തെ രാഷ്ട്ര നേതാക്കൾക്ക് വലിയ തോന്നലുണ്ടായി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് UNO എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ 1945 ഒക്ടോബർ 24 രൂപീകരിച്ചു. അങ്ങനെയാണ് ഈ UNO രൂപീകരിച്ചത്. ഇപ്പോൾ 80 വർഷത്തോളമായി ഐക്യരാഷ്ട്രസഭ പ്രവർത്തിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനും ആവശ്യമുള്ളവർക്ക് മാനുഷിക സഹായം നൽകാനും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനൊക്കെ ഒരു ആഗോള സമാധാന സംഘടനയായിട്ട് UNO നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് UNOയെക്കുറിച്ചുള്ള ഒരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ UNOയുടെ രൂപീകരണ ചരിത്രത്തിലെ നാൾവഴികളാണ് നമ്മൾ നോക്കുന്നത്. UNO ഉണ്ടാക്കുന്നതിൻ്റെ ആ നാൾവഴികളാണ്, ആ ചരിത്രത്തിലുണ്ടായിരുന്ന നാൾവഴികളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, ആദ്യമായിട്ട് സംഭവിക്കുന്നത് അറ്റ്ലാന്റിക് ചാർട്ടറാണ്. ഭാവിയിലെ സംഘർഷങ്ങൾ തടയുന്നതിന് കൂടുതൽ ഫലപ്രദമായ ഒരു അന്താരാഷ്ട്ര ബോഡിയുടെ ആവശ്യകത ചർച്ച ചെയ്യുന്നതിന് 1941 ഓഗസ്റ്റ് 14 അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വെച്ച് HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന വലിയ കപ്പലിൽ വെച്ചിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റ് റൂസ്വെൽറ്റും അതേപോലെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും തമ്മിൽ നടത്തിയ ചർച്ചയാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. ഈ ചരിത്രപരമായ കൂടിക്കാഴ്ച 2ാം ലോക മഹായുദ്ധത്തിൻ്റെ യുദ്ധാനന്തരം ആഗോള ക്രമത്തിൻ്റെ ഗതി രൂപപ്പെടുത്തുന്നതിൽ വളരെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ ചർച്ചയെ അടയാളപ്പെടുത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 1941 നടന്ന ഓഗസ്റ്റ് 14 നടന്ന അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുക്ക് വെച്ചാണ് ഈ വലിയ കപ്പലിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബോഡി, വളരെ ശക്തിയുള്ളൊരു ബോഡി ഉണ്ടാക്കണമെന്നുള്ള ഒരു ചർച്ച. ആ ചർച്ച നടന്നത് പ്രധാനമായിട്ടും അതിൻ്റെ വലിയ ആലോചനകൾ നടന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവുകളുണ്ട്, അതിൻ്റെ ലക്ഷ്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ചർച്ച ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ആവശ്യമായ ഒരു സംവിധാനം വേണം. ആ സംവിധാനം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതവും നിലനിർത്തണം. അതുപോലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വികസന മേഖലകളിൽ അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കണം.
തുല്യാവകാശങ്ങളുടെയും സ്വയം നിർണ്ണയത്തിൻ്റെയും തത്വങ്ങളിൽ രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വികസിപ്പിക്കണം. എല്ലാ മനുഷ്യരുടെയും മൗലികാവകാശങ്ങൾ അംഗീകരിക്കണം. ഇങ്ങനെ ഇതെല്ലാം ഉള്ള ഈ ലക്ഷ്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സംഘടനാ സംവിധാനം വേണമെന്ന് അറ്റ്ലാന്റിക് ചാർട്ടർ ചർച്ച നടക്കുന്നു. UN രൂപീകരണ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായൊരു നാഴികക്കല്ലാണ് ഈ അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. അതിനുശേഷം യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ ഫോർ ദ വാഷിങ്ടൺ ഡിക്ലറേഷൻ, യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വാഷിങ്ടൺ ഡിക്ലറേഷൻ എന്ന് പറയും. അതാണ് അടുത്ത വളരെ നിർണായകമായൊരു നാഴികക്കല്ലായിട്ട് പറയാൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് ചാർട്ടറിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ ചാർട്ടറിൻ്റെ തത്വങ്ങൾ അംഗീകരിച്ചുകൊണ്ട് 1942 ജനുവരി 1 26 രാജ്യങ്ങളുടെ പ്രതിനിധികൾ വാഷിങ്ടണിൽ യോഗം ചേർന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്നുണ്ട്. 26 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഈ വാഷിങ്ടൺ യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ലോക മഹായുദ്ധമാണ്. നമുക്കറിയാം 1939 മുതൽ 45 വരെയാണ് ആ രണ്ടാം ലോക മഹായുദ്ധം നടന്നത്. അപ്പോൾ ഈ 42 എന്നൊക്കെ പറയുന്ന വർഷം എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം വളരെ മൂർച്ചയോടെ നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ നിലവിലുള്ള ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാൻ അച്ചുതണ്ട് ശക്തികൾക്കെതിരായ പോരാട്ടം തുടരുമെന്നും ഇവർ പ്രതിജ്ഞയെടുക്കുന്നുണ്ട്. അച്ചുതണ്ട് ശക്തികൾ എന്ന് പറയുന്നത് ആക്സിസ് പവർ എന്ന് നമ്മൾ പഠിച്ചതാണ്. അവർ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവരുള്ള ഈ അച്ചുതണ്ട് ശക്തികൾ അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ശക്തി അവർക്കെതിരെ പോരാട്ടം തുടരുമെന്നും അവർക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ നടപടി സ്വീകരിക്കുമെന്നും ഈ 26 രാജ്യങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു. ഇവരങ്ങനെ ഒപ്പിട്ട ഒരു വളരെ പ്രധാനപ്പെട്ട കരാറാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന പദം. ആ ഒരു കരാറിലാണ് അവർ ഒപ്പിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനത്തിലാണ് അവർ യുണൈറ്റഡ് നേഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരാണ് ആദ്യമായിട്ട് ആ ഒരു പദം തന്നെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നടക്കുന്നത് 3 പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ്, കോൺഫറൻസുകളാണ് അതിനുശേഷം നടക്കുന്നത്. 1944 ഡംബർട്ടൺ ഓക്സ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. 45 യാൽട്ട കോൺഫറൻസ് നടക്കുന്നുണ്ട്. 45 തന്നെ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സമ്മേളനങ്ങളാണ് അതിനുശേഷം നടക്കുന്നത്. ഈ സമ്മേളനങ്ങൾ UN നിലവിൽ വരുന്നതിൽ വളരെ നിർണായകമായ സമ്മേളനങ്ങളാണ്. ആ സമ്മേളനത്തെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ 44 ഡംബാർട്ടൺ ടെക്സ് കോൺഫറൻസ് എന്ന് പറയുന്നത് 4 വൻശക്തികളായ ബ്രിട്ടന്, യുണൈറ്റഡ് സ്റ്റേറ്റ്, സോവിയറ്റ് യൂണിയൻ, ചൈന, ഈ 4 വൻശക്തികളുടെ പ്രതിനിധികൾ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളും ഘടനയും പ്രവർത്തനവും സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ അംഗീകരിക്കുന്നുണ്ട്. അവർ ആ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു അസംബ്ലി വേണം, ഒരു സെക്യൂരിറ്റി കൗൺസിൽ വേണം, ഒരു സെക്രട്ടേറിയറ്റ് വേണം, ഒരു അന്താരാഷ്ട്ര കോടതി വേണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്ന് 26 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ആ ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ അതിനൊരു ധാരണയായല്ലോ. അപ്പോൾ ആ ധാരണയ്ക്ക് എന്തൊക്കെ വേണം? ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണം. ഈ ജനറൽ കൗൺസിൽ വേണം, ഈ സെക്യൂരിറ്റി കൗൺസിൽ വേണം, ജനറൽ അസംബ്ലി വേണം, സെക്രട്ടേറിയറ്റ് വേണം എന്നൊക്കെയുള്ള ഘടനയെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിച്ചു. യാൽട്ട കോൺഫറൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ പിന്തുടരേണ്ട വോട്ടിംഗ് നടപടിക്രമത്തെക്കുറിച്ച് തീരുമാനിച്ച ഒരു കോൺഫറൻസാണ്. അതിൽ അമേരിക്കയും അതേപോലെ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ഈ 3 പ്രധാനപ്പെട്ട ലോകശക്തികൾ ചേർന്നാണ് ആ ഒരു സമ്മേളനം നടത്തിയത്. അവരുടെ രാഷ്ട്ര നേതാക്കൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു ഈ യാൽട്ട കോൺഫറൻസ്. അവരാണ് ആ സെക്യൂരിറ്റി കൗൺസിലിൽ എങ്ങനെയായിരിക്കണം പാറ്റേൺ എന്ന് അവരാണ് തീരുമാനിച്ചത്. 45 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കാനിരിക്കെ ഏപ്രിൽ 25 മുതൽ ജൂൺ 26 വരെ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സംഘടനാ സമ്മേളനത്തിൽ 50 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒത്തുകൂടുകയുണ്ടായി. അടുത്ത 2 മാസങ്ങളിൽ അവരെന്ത് ചെയ്തു? ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെ 2 മാസങ്ങളിൽ അവർ UN ചാർട്ടറിൻ്റെ കരട് തയ്യാറാക്കി. അങ്ങനെ ഒരു നമ്മൾ ഈ ഭരണഘടന തയ്യാറാക്കുക എന്ന് പറയില്ലേ, അതുതന്നെയാണ് ചാർട്ടറിൻ്റെ കരട് എന്ന് പറയുന്നത്. അപ്പോൾ UN ചാർട്ടർ തയ്യാറാക്കി, അവരുടെ ഭരണഘടന തയ്യാറാക്കി. അതിൻ്റെ വളരെ വിപുലമായ 2 മാസം ചേർന്നുകൊണ്ട് അവർ വിപുലമായൊരു ചാർട്ടർ തയ്യാറാക്കി അതിൽ ഒപ്പിട്ടു. അതിൽ 50 രാജ്യങ്ങളാണ് അന്ന് ഒപ്പിട്ടത്. പിന്നീട് പോളണ്ടും കൂടി ഒപ്പിടുന്നുണ്ട്. അങ്ങനെ 51 രാജ്യങ്ങൾ ചേർന്നാണ് ഇതിൽ ഒപ്പിടുന്നത്, UN ചാർട്ടറിൽ ഒപ്പിടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇതും വളരെ നിർണായകമായൊരു സംഭവമായിരുന്നു. ഈ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് അവസാനിച്ച് 4 മാസങ്ങൾക്ക് ശേഷം
ജൂണിലാണ് അത് അവസാനിക്കുന്നത്. അങ്ങനെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറായി. അങ്ങനെ ഒക്ടോബറിലാണ് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബർ 24 നമ്മൾ ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന ദിവസമായതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ദിനമായിട്ട് ഒക്ടോബർ 24 ആചരിക്കുന്നത്. ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രപരമായ നാൾവഴികൾ. ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.